അപ്പോൾ നമ്മളിതാ വീണ്ടും ഒരു ഡ്രസ് പാക്കിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അത് എവിടേക്കാണ്, ആരുടെ കൂടെയാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മളിതാ കൊണ്ടുപോകേണ്ട 2 ദിവസമാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പിനുള്ള എല്ലാ ഡ്രസ്സുകളും നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? അതെ, നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ് കേട്ടോ. അത് ഞാനും കുഞ്ഞിപ്പാക്കും ഒറ്റക്കല്ല, ഞങ്ങൾ ഒരു ഓൾ ഫാമിലി ആട്ടോ പോകുന്നത്. പിന്നെ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും അല്ലായിരുന്നു, ഇതിലാറുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കൊറോണ വന്നതിന് ശേഷം എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് കേട്ടോ. കൂടുതലായിട്ട് സംസാരിക്കുന്നതിന് ചെയ്താൽ എൻ്റെ സൗണ്ട് പോകും. ഞാൻ തുടങ്ങിയ ഫസ്റ്റത്തെ ആ ഒരു ചാനൽ നിർത്താനുള്ള മെയിൻ റീസണും ഈ ഒരു സൗണ്ട് പോക്ക് തന്നെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഏതായാലും സൗണ്ട് പോയില്ല, നമ്മൾ ചാനലൊന്നും നിർത്താൻ കരുതിയിട്ടില്ല. നമ്മൾ 2-3 ദിവസം വെയിറ്റ് ചെയ്ത് ഇപ്പോൾ സൗണ്ടൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടുന്നത്. എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ട്രിപ്പ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മൊത്തം ഫാമിലി ഉണ്ടായിരുന്നു. കുറച്ചൊരു 5-6 പേർക്കേ വരാൻ പറ്റാത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൽ കുറച്ച് 2 പേര് പുറത്തായിരുന്നു, ബാക്കി 3 പേർക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ഫാമിലിയോട്ട് പോകണം എന്നുള്ളത് ഈ ഒരു പോക്കിലാട്ടോ എനിക്ക് മനസ്സിലായത്. കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. കാരണം അത്രയും രസമായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് എന്നെ എളാപ്പാന്റെ ഷോപ്പിൽ കൊണ്ടുവന്നാക്കിട്ടോ കോയിപ്പാക്കു. അതായത് ഞാനായിരുന്നു ഈ ഒരു ട്രിപ്പിന്റെ കോർഡിനേറ്റർ. അപ്പോൾ പൈസന്റെ കാര്യമായാലും റിസോർട്ട് ബസ് ഒക്കെ എന്നെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം മുന്നേ എന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോയിപ്പാക്ക് പോണം അപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എന്നെ എളാപ്പാന്റെ ഷോപ്പിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. എളാപ്പ വേങ്ങൂരുള്ള ഒരു KTB അഗ്രികൾച്ചർ ഫാമിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കാണാത്ത തരം പ്ലാന്റ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അഗ്രികൾച്ചർ ഷോപ്പിലും കാണാൻ പറ്റാത്ത കേട്ടോ പോട്ട്സുകൾ സെയിൽ ചെയ്യുന്നത്. ഇവിടെ അതും ഉണ്ടായിരുന്നു കേട്ടോ. ഇൻഡോർ വെക്കാൻ പറ്റിയതും ഔട്ട്ഡോർ വെക്കാൻ പറ്റിയതും അതേമാതിരി ഹാങ്ങിങ്ങും ഒക്കെ ആയിട്ടുള്ള പോട്ട്സുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. അതായത് അടിയിൽ നിന്ന് വെള്ളം മുകളിലോട്ട് തന്നെ പോയിട്ട് അത് വീണ്ടും ഈ ഒരു ഇലകളിലൂടെ അങ്ങനെ ചാടി വരും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുന്നേ പറയട്ടെ, ഇവളെന്താ ഫാമിലിയോട് കൂടി ട്രിപ്പ് പോവാ പറഞ്ഞിട്ട് ഇവള് ഈ ചെടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. അപ്പൊ നമ്മൾ നാളെ മുതൽ നമ്മുടെ എല്ലാ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് 1 by 1 ആയിട്ട് ഇടുന്നതായിരിക്കും. ഓൾ ഫാമിലി ഉണ്ടാകും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. അപ്പൊ ഞാൻ ഫാമിലിയിലുള്ള എല്ലാവരും നിങ്ങളെ പരിചയപ്പെടുത്തി തരണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക്